ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച അതാണ്. എന്റെ ജീവിതം എന്ന പടക് ഈ സാഗരത്തിലൂടെ ഈ വർഷം യാത്ര ചെയ്തു. ഒത്തിരി ഓളങ്ങൾ എൻ്റെ പടകിൽ വന്നു, ഒത്തിരി തിരകൾ അടിച്ചു. ഇവിടെ ഇരിക്കുന്നവർക്ക് അത് പറയാൻ കഴിയുമോ? ഞാൻ പ്രതീക്ഷിക്കാത്ത തിരകളും ഞാൻ പ്രതീക്ഷിക്കാത്ത കാറ്റുകളും ഒക്കെ വന്നു. പക്ഷേ വിട്ടുകൊടുത്തില്ലെന്നെ. അമരത്തെഴുന്നേറ്റ് നിന്ന് എന്റെ ജീവിതം എന്ന പടകിനെ നയിച്ച് എന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ച് എന്നെ കൊണ്ട് ശുശ്രൂഷിപ്പിക്കേണ്ടത് ശുശ്രൂഷിപ്പിച്ച് വിടിവിക്കേണ്ട ലഗ്യോൻ ബാധിച്ചവനെ വിടിവിച്ച് ശുശ്രൂഷകനെ ശുശ്രൂഷകനാക്കി വാഗ്ദത്തത്തിലേക്ക് നയിച്ച കർത്താവേ, കഴിവല്ല, 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 മിടുക്കല്ല, ഇത് തന്റെ ഇടമല്ല, ഇത് കൃപയാണ്. വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിക്കുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുവീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നവൻ ആകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ, തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുവീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ നിങ്ങൾ ഇട്ടുകൊള്ളുവീൻ. ഹല്ലേലൂയ. എന്റെ ദൈവം എന്നെ കരുതുന്ന ദൈവമാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സത്യം അതാണ്. ദൈവം നമ്മളെ കരുതുന്ന ഒരു റൈറ്റ് ടൈമുണ്ട്, ഒരു പെർഫെക്റ്റ് ടൈമുണ്ട്. യോഹന്നാൻ 5:4 38 വർഷം രോഗിയായി കിടക്കുന്ന മനുഷ്യനോട് യേശു കർത്താവ് ചോദിക്കുന്നുണ്ട്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? 6-ാം വാക്യത്തിൽ. പക്ഷെ രോഗികൾ അവിടെ എന്ത് കാരണം കൊണ്ടാണ് കിടക്കുന്നതെന്ന് 4-ാം വാക്യത്തിലുണ്ട്. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചിരുന്നവനാണെങ്കിലും അവന് സൗഖ്യം വരും. അതത് സമയത്ത് അവൻ നിങ്ങളെ തക്ക ഈ സമയവും ദൈവം കാലങ്ങളെയും സമയങ്ങളെയും നോക്കുന്നവനല്ലെങ്കിലും, ദൈവം കാലത്തിനൊക്കെ അപ്പുറമാണെങ്കിലും സമയത്തിന് മുകളിലാണെങ്കിലും, ദൈവവചനത്തിൽ ഞാൻ പഠിക്കുന്ന ഒരു സത്യം, ദൈവത്തിന് ചിലത് ചെയ്യാൻ ഒരു ടൈമുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകനായ ഹബക്കൂക്കിനോട് ദൈവം പറയുന്നത്, നിന്റെ അപ്പത്തെ നീ വെള്ളത്തിന്മേൽ എറിയുക, ഏറെ നാൾ നിനക്കൊന്ന് കാത്തിരിക്കേണ്ടി വന്നാലും അത് ഇരട്ടിയായി തിരിച്ചു വരും, സമയം തെറ്റുകയില്ല. ദൈവം പറയുന്നു, സമയം തെറ്റുകയില്ല. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ദ ലോർഡ്. കാനാവിലെ കല്യാണ വീട്ടിൽ മറിയം യേശു കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, മകനെ വീഞ്ഞു തീർന്നു പോയി. യോഹന്നാൻ 2:4 മറിയത്തോട് യേശു കർത്താവ് പറയുന്നു, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എന്റെ ശുശ്രൂഷയുടെ സമയം, ആ ടൈം ഇതുവരെ ആയിട്ടില്ല. ഇതുവരെ എൻ്റെ നാഴിക പ്രവർത്തിക്കാനുള്ള ടൈം വന്നിട്ടില്ല. എന്നാൽ ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ, ചില മണിക്കൂറുകൾക്കുള്ളിൽ പച്ചവെള്ളത്തെ യേശു വീഞ്ഞാക്കിയെങ്കിലും മറിയ പറഞ്ഞ സമയമല്ലായിരുന്നു, അവന്റെ സമയം കുറച്ച് മിനിറ്റ് കൂടെ ഉണ്ടായിരുന്നു. എത്ര പേർക്ക് ഞാൻ ഈ ദൈവം ആ സമയത്തെ, അതിൻ്റെ കൃത്യതയെ മറക്കാത്ത ദൈവമാണ്. കൃത്യമായ സമയത്ത് കൃത്യമായ ടൈമിൽ നിനക്ക് വേണ്ടതിനെ ദൈവം ഒരുക്കിയെന്ന് ഈ 2023 അനുഭവിച്ചവർ, അതാത് സമയത്ത് എനിക്ക് വേണ്ടത്, ഇത് എക്സ്പീരിയൻസ് ചെയ്തവരുടെ കൈത്താളമാണോ ഞാൻ കേൾക്കുന്നത്? എന്റെ ദൈവം എനിക്ക് വേണ്ടതെല്ലാം കൃത്യമായ സമയത്ത്, എന്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യം, എന്റെ കുടുംബത്തിന്റെ ആവശ്യം, എന്റെ സഭയുടെ ആവശ്യം, എന്റെ വ്യക്തിപരമായ
ആവശ്യം. എനിക്ക് വേണ്ടതെല്ലാം കൃത്യമായ സമയത്ത് എന്റെ ദൈവം ഒരുക്കി. നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അത് ഒന്നും ഞാൻ നനച്ചതല്ല, ഒന്നും ഞാൻ കരുതി വെച്ചതല്ല, ഒന്നും ഞാൻ വിചാരിച്ചതല്ല. ആ വിധവയായ സരപ്പത്തിലെ സ്ത്രീയുടെ അരികിലേക്ക് ഏലിയാവെന്ന ദൈവപുരുഷൻ തക്ക സമയത്ത് ചെല്ലുന്നത് പോലെ, യജമാനനെ ഞാൻ ഇന്ന് മരിക്കാനിരിക്കുകയാകുന്നു, എൻ്റെ കയ്യിൽ ഒരു പിടിമാവും അല്പമെണ്ണയും 2 വിറകുമല്ലാതെ മറ്റൊന്നില്ല എന്നവൾ പറഞ്ഞ റൈറ്റ് ടൈമിൽ, റൈറ്റ് പ്ലേസിൽ ഒരു റൈറ്റ് പേഴ്സണായി ഏലിയാവ് വന്നതുപോലെ ഈ 2023 കാക്കയാൽ ഭക്തനെ പോറ്റിയ ദൈവം, ദൂതന്മാരെ അയച്ച് സാധുഭോജനങ്ങൾ കൊടുത്ത ദൈവം, മരുഭൂമിയിൽ മഞ്ഞയും കാടയും വർഷിപ്പിച്ച ദൈവം, അതത് സമയത്ത് എനിക്ക് വേണ്ടതെല്ലാം ഈ തക്ക സമയത്ത് എന്റെ ദൈവം, തക്ക സമയത്ത് എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്, സഭയ്ക്ക് വേണ്ടത്, എന്റെ ജീവിതത്തിന് വേണ്ടത്, അത് സൗഖ്യമാകട്ടെ, ആരോഗ്യമാകട്ടെ, സമ്പത്താകട്ടെ, വിടുതലാകട്ടെ, സമാധാനമാകട്ടെ, സകലതും, സർവവും, സകലവും, സർവവും അവൻ എനിക്ക് നൽകിയവനാണ്. അതുകൊണ്ട് പത്രോസ് പറയുകയാണ്, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്താൻ. ഇനി 7ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ വരുന്നു. എനിക്കറിയാം, എൻ്റെ സ്പിരിറ്റിൽ, എൻ്റെ ആത്മാവിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന ആളാണ്. പരിശുദ്ധാത്മാവിൽ മാത്രമേ ഇതുവരെ ശുശ്രൂഷിച്ചിട്ടുള്ളൂ. പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷിക്കാതെ ഞാൻ പോയ സ്ഥലങ്ങൾ വളരെ ചുരുക്കമാണ്. പല സമയങ്ങളിലും കല്യാണത്തിൻ്റെ മെസ്സേജുകൾ പോലും, ബുദ്ധി പറയേണ്ടത് പോലും ആത്മാവിലായി പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഈ 7ാമത്തെ വാക്യം പരിശുദ്ധാത്മാവ് ഇവിടെ റിലീസ് ചെയ്യുന്നതാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. നമുക്ക് ആദ്യത്തെ വാക്കിലോട്ടൊന്ന് കയറി നിൽക്കാം. അവൻ നിങ്ങൾക്കായി കരുതുന്നവൻ ആകയാൽ. വാ തുറന്ന് ശബ്ദമുയർത്തി പറഞ്ഞേ, യഹോവ-യിരേ, യാവേ ജൈറ. 2023 അത് അനുഭവിച്ചവർ ഒന്ന് ഉറക്കെ പറഞ്ഞേ, യാവേ ജൈറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ, ഇത് ഈ ടൈമിനോടുള്ള ബന്ധത്തിലാണ് ഈ കരുതലുകൾ. എപ്പോഴും സുവിശേഷത്തിന് സീസൺ ഇല്ല, വചനത്തിനൊരു പ്രത്യേക സമയമില്ല. പക്ഷെ ദൈവം കരുതുന്നതിന് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരു തക്ക സമയമുണ്ട്. റൈറ്റ് ടൈം, റൈറ്റ് ടൈം. ഞാൻ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കുന്ന സമയം വന്നിരിക്കുന്നു, അതിനുള്ള നാഴിക വന്നിരിക്കുന്നു എന്ന് സങ്കീർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുമ്പോൾ അവിടെ ഞാൻ സിയോനോട് കരുണ കാണിക്കുന്ന സമയം എന്ന് എഴുതിയിരിക്കുന്നത് ഫേവർ എന്ന പദമാണ്. സെറ്റ് ടൈം. ദൈവം ഇങ്ങനെ നിങ്ങളുടെ ഫോണിനകത്ത് 6 മണി, 5:30 മണി, 4:30 മണി എന്ന് അലാറം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ വ്യക്തിപരമായി നിന്റെ ജീവിതത്തെ ദൈവത്തിന് തിരിക്കുവാൻ, ദൈവികമായ എൻകൗണ്ടറുകൾ ഉണ്ടാകുവാൻ സ്വർഗത്തിലെ ദൈവം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടൈമുണ്ട്. ആ ടൈമിംഗ് ഉണ്ട്. ആ ടൈമിൽ അതിനെ തടയാൻ പൈശാചിക മണ്ഡലങ്ങൾ ശ്രമിക്കുമെങ്കിലും കല്ലറ കല്ലുകൊണ്ട് അടച്ച് മുദ്ര വെച്ച് പട്ടാളക്കാരെ കാവൽ നിർത്തുമെങ്കിലും ഒരിക്കലും ഉയർക്കാതിരിക്കാൻ, വാഗ്ദത്തം നടക്കാതിരിക്കാൻ സകല പദ്ധതികളും വെക്കുമെങ്കിലും ഇല്ല, ശത്രുവിന് സാധ്യമല്ല. പുനരുത്ഥാനത്തിന്റെ ശക്തി, ഉയർപ്പിന്റെ ശക്തി, ദൈവത്തിന്റെ ഇടപെടലുകൾ കല്ലറകളെ ഭേദിക്കും, വാതിലുകളെ തുറന്നിരിക്കും. Hallelujah. Amen. Blessed be the name of the Lord. അതാണ് മോശ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 13-14 വാക്യത്തിൽ പറയുന്നത്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കുവീൻ. ഈ 2023 ഒടുവിലത്തെ സഭായോഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ഒരു അപ്പോസ്തലൻ എന്ന അഭിഷേകത്തിൽ അധികാരത്തിൽ നിന്നോട് പറയുന്നു, 2023 നീ കണ്ട ഒരു മിസ്രയീമിനെയും, ഒരു വെട്ടിക്കിളിയെയും,
ഒരു തുള്ളനെയും ഒരു പച്ചപ്പുഴുവിനെയും നിന്റെ ജീവിതത്തിൽ കാണാനിടവരാതെ ദൈവസഭയെ വിശ്വസിക്കുന്നവരെ ദൈവം പരിപാലിക്കട്ടെ. യഹോവ നാളെയല്ല നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്, യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദിവസം ദൈവം മാറ്റുന്നില്ല, സമയം ദൈവം മാറ്റുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ ദൈവം സമയത്തിനപ്പുറമാണ്, ദൈവം ദിവസങ്ങൾക്കപ്പുറമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ കലണ്ടർ ഇല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ കലണ്ടർ ഇല്ല. പക്ഷെ എന്നാൽ ആ ദൈവം നമ്മളോട് പറയുന്നു, ആണ്ടിന്റെ ആരംഭം മുതൽ അതിന്റെ അവസാനം വരെയും നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി നിന്റെ മേൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. Blessed be the name of the Lord. Amen. ഈ ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം പറഞ്ഞ് പ്രധാനപ്പെട്ട ആ സന്ദേശത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരണം. അതിന്റെ 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. കർത്താവിന്റെ ദാസൻ ജിജി പാസ്റ്റർ ആ വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. 32-ാമത്തെ വാക്യം. എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായക കൊണ്ട് അവരെ കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല. അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു. ഇതാ 3 ദിവസം യേശു കർത്താവിന്റെ കൂടെ ഒരു കൂട്ടം ആൾക്കാർ പാർക്കുകയാണ്, വസിക്കുകയാണ്. 3 ദിവസം ദൈവവചനം കേട്ട് ഇവർ മടങ്ങാൻ തുടങ്ങുന്ന യോഗം അവസാനിക്കാൻ അല്പം മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ യേശു തന്റെ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചിട്ടാണ് ഈ രഹസ്യം അറിയിക്കുന്നത്. ഇനി അതിനകത്തും ഒരു സത്യമുണ്ട്. കർത്താവിന് പ്രവർത്തിക്കുവാനുള്ള ആ രഹസ്യം കർത്താവ് അറിയിച്ചത് പുരുഷാരത്തെ അല്ല, കർത്താവിന് പ്രവർത്തിക്കുവാനുള്ള ആ പദ്ധതിയെ അവൻ വെളിപ്പെടുത്തിയത് ശിഷ്യന്മാരോടാണ്. അതുകൊണ്ടാണ് ആമോസ് എന്ന പ്രവാചകൻ പറയുന്നത്, തന്റെ ദാസന്മാർക്ക് ആ രഹസ്യങ്ങളെ വെളിപ്പെടുത്താതെ ദൈവം ദേശത്തിന്റെ മേൽ ഒന്നും ചെയ്യുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ശിഷ്യന്മാരെ അരികിൽ വിളിച്ച് യേശു കർത്താവ് പറയുന്നു, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്റെ കൂടെ പാർക്കുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ കരുതാൻ പോകുന്നത്, ഞാൻ പോഷിപ്പിക്കാൻ പോകുന്നത്, ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത് എല്ലാവർക്കും വേണ്ടിയല്ല, എന്റെ കൂടെ പാർക്കുന്നവർക്ക് വേണ്ടിയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വിട്ടുപിരിയാതെ പ്രതിസന്ധിയുടെ നടുവിലും വെല്ലുവിളികളുടെ നടുവിലും കർത്താവിനോടും തന്റെ സാന്നിധ്യത്തോടും ചേർന്നിരുന്നവരോട് ദൈവം പറയുന്നു, അവൻ നിങ്ങളെ കരുതുന്ന യഹോവയാണ്. കൈവിടുന്ന ദൈവമല്ല, മറക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, അവരെ പട്ടിണിയായി വിട്ടയക്കാൻ എനിക്ക് മനസ്സില്ല. അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. എന്താ അങ്ങനെ പറഞ്ഞത്? തന്റെ അരികിൽ വന്ന തന്റെ ജനം കുറച്ചുകൂടെ കഴിയുമ്പോൾ അവരുടെ അവസ്ഥ എന്താകുമെന്ന് യേശു ഇപ്പോഴേ മനസ്സിലാക്കുകയാണ്. അവൻ എന്നെ ഇപ്പോൾ കരുതുന്ന ദൈവം മാത്രമല്ല, അവൻ ഇന്നിന്റെ കരുതലുകൾ മാത്രമല്ല, ഇപ്പോഴൊരു അപ്പവും മീനും വർദ്ധിപ്പിച്ചു തരുകയല്ല ചെയ്യുന്നത്. അവൻ നിന്റെ അടുത്ത മണിക്കൂറുകളുടെ അവസ്ഥകളും തിരിച്ചറിഞ്ഞ് നിന്റെ നാളകളെ മനസ്സിലാക്കി അവൻ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശു കർത്താവ് ബഥാനിയയിൽ എത്തുമ്പോൾ നമുക്കറിയാം, ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നുണ്ട്, കർത്താവേ, നീ ഇപ്പോൾ ബഥാനിയയിലേക്ക് പോകരുത്. ഇപ്പോൾ തന്നെ നിന്നെ എറിയുവാനും ഉപദ്രവിക്കുവാനും അവിടെ ആളുകൾ തയ്യാറായി നിൽക്കുകയാണ്. കാരണം നിനക്ക് ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ള സ്ഥലം ബഥാനിയാണ്. നീ അവിടേക്ക് പോകരുത്. എന്നാൽ നമുക്കറിയാം, ലാസർ മരിച്ചു എന്ന വാർത്ത അറിഞ്ഞ് യേശു ശിഷ്യന്മാരും ബഥാനിയയിലേക്ക് കടന്നുപോയി. കടന്നു ചെല്ലുമ്പോൾ മാർത്ത യേശുവിനെ എതിരേറ്റു. അവൾ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ
എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ആ മാർത്തയോട് യേശു കർത്താവ് പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നിന്റെ സഹോദരനെ വെച്ച സ്ഥലം എവിടെ? എന്താ മാർത്ത വന്ന് പറഞ്ഞത്? ഇന്നലകളിൽ നീ എന്റെ ഭവനത്തിൽ വന്നിരുന്നെങ്കിൽ, ഇന്നലകളിൽ നീ എനിക്കായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്റെ വീട്ടിൽ ഇങ്ങനൊരു ഗതി ഉണ്ടാകില്ലായിരുന്നു. ഇന്നലകളിൽ നിനക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എനിക്ക് പരിഭവങ്ങളില്ല, എനിക്ക് പിറുപിറുപ്പുകളില്ല. മറിയെ പോലെ എനിക്കൊരു പരിഭവമില്ല. ഞാൻ നിന്നോട് പറയുന്നു, പുനരുത്ഥാനത്തിന്റെ നാളിൽ, ഉദ്ധാരണത്തിന്റെ നാളിൽ അവിടുന്ന് വാഗ്ദത്തം ചെയ്തല്ലോ, കല്ലറയിലുള്ളവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുമെന്നും നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും ഉണരുന്ന നാഴിക ഉണ്ടെന്ന് അങ്ങ് പഠിപ്പിച്ച ക്ലാസ്സിൽ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത വാഗ്ദത്തം ഞാനും കേട്ടവളാണ്. ആ പുനരുത്ഥാനത്തിന്റെ നാളിൽ എന്റെ സഹോദരൻ ഉയർക്കുമെന്ന് എനിക്കറിയാം. എന്താ മാർത്ത പറഞ്ഞത്? ഇന്നലകളിൽ, കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ ദിനങ്ങളിൽ നീ എന്റെ വീട്ടിൽ വന്നിരുന്നെങ്കിൽ ഒരത്ഭുതം സംഭവിച്ചേനെ. എന്നാൽ ആ സമയങ്ങൾ കഴിഞ്ഞു പോയി, ആ മണിക്കൂറുകൾ കഴിഞ്ഞു പോയി, ആ ദിനങ്ങൾ കഴിഞ്ഞു പോയി. സാരമില്ല കർത്താവേ, ഒരു നാൾ വരുന്നുണ്ട്, ഒരു സമയം വരുന്നുണ്ട്, എപ്പോഴോ ഒരു ദിനം വരുന്നുണ്ട്, എന്റെ സഹോദരൻ ഉയർക്കുന്ന ദിനം. ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ്. പക്ഷെ യേശു ഇന്നലകളെ കുറിച്ച് കേൾക്കുമ്പോഴും നാളുകളെ കുറിച്ച് കേൾക്കുമ്പോഴും അതിലങ്ങ് അഡ്ജസ്റ്റഡ് ആകുകയല്ല. യേശു ചോദിക്കുന്നു, അവനെ വെച്ച സ്ഥലം എവിടെ? ഓ, അവനെ വെച്ച സ്ഥലം എവിടെ? ഞാൻ ഇന്നലകളുടെ ദൈവം മാത്രമല്ല, ഞാൻ നാളെയുടെ ദൈവം മാത്രമല്ല. ഐ ആം ദ ഗോഡ് ഓഫ് ടുഡേ. ഞാൻ ഇന്നിന്റെ ദൈവമാണ്. എനിക്കിപ്പോഴും പ്രവർത്തിക്കാൻ കഴിയും, എനിക്കിപ്പോഴും അത്ഭുതം ചെയ്യാൻ കഴിയും. ഓ ഹല്ലേലൂയ. ആ വെയിറ്റിംഗ് പീരീഡിലേക്ക് നിന്നെ തള്ളിവിടാതെ പരിശുദ്ധാത്മാ പ്രവചിക്കുന്നു. ഒരു വെയിറ്റിംഗ് പീരീഡിലേക്ക് നിന്നെ തള്ളിവിടാതെ നിന്റെ പ്രോസസ്സുകൾ, നിന്റെ വിടുതലുകൾ, നിനക്ക് വേണ്ടിയുള്ള കരുതലുകൾ ഇപ്പോൾ ചെയ്യാം. യേശുവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ അതൊന്ന് സ്വീകരിച്ച് കൈമേടിച്ച് നന്ദി പറഞ്ഞേ.